അതുകൊണ്ട് അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചിട്ടുണ്ട്. ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുകയും അതിൻ്റെ ഭാഗമായിട്ട് വലിയ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും സ്വയം പര്യാപ്തത, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ തൊഴിൽ തുടങ്ങിക്കൊണ്ട്, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ രംഗങ്ങളിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന് കിട്ടുന്ന പണം അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എല്ലാ മേഖലയിലും, സമഗ്ര മേഖലയിൽ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടിന്റെ ഭാഗമായി കിട്ടുന്ന വിഹിതം, സംസ്ഥാന ഗവൺമെന്റ് തരുന്ന പ്ലാൻ ഫണ്ട്, അതുപോലെ വിവിധ ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന പണം, ഇതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്ര മേഖലയിൽ വികസനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആത്മാർത്ഥമായി സത്യസന്ധമായി ചെയ്യുക എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനത്തെ മാറ്റണം. ഇന്ത്യയിലെ അതിദരിദ്രമില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറണം എന്നുള്ളത് നവകേരള ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ പരിശോധിച്ചപ്പോൾ, കൃത്യമായി പരിശോധന നടത്തി അരിച്ചെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് 47 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ആ 47 കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് ഏതെല്ലാം തരത്തിൽ ഏത് കാര്യം കൊണ്ടാണ് അവർ അതിദാരിദ്ര്യത്തിലേക്ക് പോയത് എന്ന് പരിശോധിച്ച് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലായാലും ശരി, അതുപോലെ തന്നെ രോഗാതുരമായിട്ടുള്ള അവസ്ഥയിലായാലും ശരി, ഏത് അവസ്ഥയിലാണ് അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നുപോയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് അവരുടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏതാണ്ട് 90% വിജയം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സെക്രട്ടറി ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം താലൂക്ക് സഭയ്ക്ക് അയക്കുകയാണ്. അപ്പോൾ അത് അവിടുന്ന് കിട്ടാൻ വളരെയധികം സമയമെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടുന്ന് തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടുന്ന് തരണമെന്നുള്ളത് നമ്മളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കുടുംബ ആരോഗ്യ രംഗത്ത് നമ്മൾ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ പള്ളിക്കര ആസ്പത്രി അതിൻ്റെ പ്രവർത്തനം FHC ആക്കി മാറ്റാൻ വേണ്ടി പറ്റി. FHC ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റാഫായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. ആ പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്ത് HMCയുടെ സഹായത്തോടു കൂടി അവിടെ ഡോക്ടറെയും നേഴ്സിനെയും അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യനെയൊക്കെ നിയമിച്ച് അതിൻ്റെ പ്രവർത്തനം നന്നായി വിപുലീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയും നല്ല സേവനം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ആസ്പത്രി ബേക്കലത്ത് നന്നായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത് അവിടെ യോഗ നടക്കുന്നുണ്ട്. അതുപോലെ നല്ല ചികിത്സയും അവിടെ നിന്ന് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ആയുർവേദ ആസ്പത്രി നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതൊന്ന് കണ്ണമേലാണ്. കണ്ണമേൽ ആസ്പത്രിക്ക് കെട്ടിടത്തിന്റെ പ്രയാസമുള്ളത് ഇപ്പോൾ അതിന്റെ പരിഹാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഏതാനും മാസങ്ങൾക്കകം നമുക്കത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ഏതാണ്ട് 80 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ഒരു 30 ലക്ഷം കൂടി അതിന് അഡീഷണൽ ആയിട്ട് ഉണ്ട്. അതുകൂടി വിനിയോഗിക്കുന്നതോടുകൂടി നല്ല ഒരു ആസ്പത്രിയായിട്ട് നമുക്ക് ആസ്പത്രിയെ മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സിദ്ധ ആസ്പത്രി അമ്പങ്ങാട് വർക്ക് ചെയ്യുന്നത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊക്കെ ആവശ്യമായ പണം നമ്മുടെ പഞ്ചായത്ത് വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. അതിനും ബഡ്ജറ്റിൽ വലിയ നിലയിൽ നമ്മൾ തുക മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പദ്ധതി അവർ ഏറ്റിട്ടുണ്ട്. ആ എഗ്രിമെന്റ് നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലേക്കും 2025 എല്ലാ വീടുകളിലേക്കും
കുടിവെള്ളം എത്തിക്കുമെന്നുള്ള നിബന്ധനയിലാണ് നമ്മൾ ഒപ്പുവെച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ഒരു ചെറിയ ഒരു വേഗതക്കുറവ് അത് ആ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പഞ്ചായത്ത് വീണ്ടും ഇടപെടുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഈ പറയുന്ന ജലജീവ മിഷന്റെ ഭാഗമായിട്ട് റോഡ് സൈഡ് കളിച്ചുകൊണ്ടാണ് പൈപ്പിടുന്നത്. പലപ്പോഴും ഇവർ ഈ കിളച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അപ്പം അത് നമ്മുടെ എഞ്ചിനീയർ ഇടപെട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം കൊടുക്കുകയും ഇത് പഞ്ചായത്ത് ഭരണ സമിതി എഞ്ചിനീയർമാരെ PWD എഞ്ചിനീയറെ അടക്കം വിളിച്ച് ഇരുത്തി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോഡും നിലനിൽക്കണം, അതുപോലെ തന്നെ കുടിവെള്ളവും വേണം. ജീവികൾ അവിടെ ജീവിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് സഹായകരമായ നിലയിലുള്ള അത് ഒരു പ്രകൃതിയുടെ ഉദ്യാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമവും നമ്മുടെ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അതിന് പലതിനും ചില പ്രയാസം അനുഭവിക്കുന്നത് അത് നമുക്ക് കൃത്രിമമായി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രകൃതിയോട് ചേർന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പലതിനും നമുക്ക് അംഗീകാരം കിട്ടാത്ത പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മളെ മുമ്പ് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ 11 അംഗനവാടികൾക്ക് ഈ ഭരണസമിതി വരുന്ന സമയത്ത് സ്വന്തമായി കെട്ടിട സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ 11 അംഗനവാടികൾക്ക് കെട്ടിട സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം പഞ്ചായത്ത് നടത്തി. ഇപ്പോഴേ 9 അംഗനവാടികൾക്ക് കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും അതുപോലെ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടും ഗവൺമെന്റിന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. 2 അംഗനവാടിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോഴും അതിന്റെ പ്രയാസമുണ്ട്. അവിടെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി അവിടെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഈ നവകേരളത്തിന്റെ ഭാഗമായിട്ട് മുഴുവൻ അംഗനവാടികൾക്കും കെട്ടിടം ഉണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയണം എന്നാണ് പഞ്ചായത്തിനോട് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 4 വർഷത്തിലധികമായി ഈ ഭരണസമിതി മുൻ ഭരണസമിതിയുടെ തുടർച്ച എന്ന നിലയിൽ തന്നെ അതിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ല പിന്തുണ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. 1992 73ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി നിലയിൽ വന്ന പഞ്ചായത്ത് രാജ് സംവിധാന അധികാര സ്ഥാനത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. 73ാം ഭരണഘടനാ ഭേദഗതിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് കേരള നിയമസഭ 1994 പാസാക്കിയ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നിലവിൽ വന്ന ത്രിതല പഞ്ചായത്തിന്റെ സ്ഥാപനങ്ങൾ നടപ്പ് വർഷം മാർച്ച് 31-ന് മുൻപായി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് യോഗത്തിൽ പ്രത്യേക അജണ്ട ചേർത്ത് അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയിരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമാണ്. 86,04,823 രൂപ വരവും 44,56,86,881 രൂപ ചെലവും 2,29,17,942 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. 2025-26 വർഷത്തേക്കുള്ള ഈ ഭരണസമിതിയുടെ 5ാമത്തതും അവസാനത്തതുമായ ബജറ്റ് ഞാൻ സ്വാഭിമാനം അവതരിപ്പിക്കുന്നു. സൗഹൃദത്തോടെ ഇടപെടുന്നു. മാത്രമല്ല പൊതുജനങ്ങൾക്ക് യഥാസമയം സേവനം ലഭ്യമാക്കുന്നതിന് സമിതി പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സ്റ്റാഫ് പാറ്റേൺ കാലാനുസൃതമായി മാറ്റാത്തത് സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമം ഇത് നികത്തുന്നതിന് വർഷവും നൽകിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 1 മുതൽ K-Smart എന്ന IKM വികസിപ്പിച്ച ഓൺലൈൻ സോഫ്റ്റ്വെയർ പ്രയോഗത്തിൽ വരുന്നതും പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഏകീകൃത വെബ് പോർട്ടൽ മുഖേന നടപടികൾ സ്വീകരിക്കുന്നതാണ്. നെൽവയലുകൾ, പുഞ്ചപ്പാടങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രകൃതി രമണീയമായ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ പുകയില കൃഷിക്ക് പേരുകെട്ട സ്ഥലമാണ്. കാർഷിക തൊഴിലാളികളുടെ അഭാവവും ഉൽപാദന ചെലവിൻ്റെ വർധനവും ഉൽപ്പന്നങ്ങളുടെ വിലയിടവും കാർഷിക മേഖലയിലുള്ള തകർച്ചയ്ക്ക് കാരണമാകുന്നു. ഉൽപാദനക്ഷമതയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കേണ്ടതും കർഷകരുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.
കർഷകരും കർഷക തൊഴിലാളികളെയും ഈ മേഖലയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നതിന് കാർഷിക മേഖലയിൽ പരമാവധി വളർച്ച കൈവരിക്കുന്നതിനുമായി വിവിധ പ്രൊജക്റ്റുകൾ ഈ മേഖലയിൽ ഏറ്റെടുക്കേണ്ടതാണ് അനിവാര്യമാണ്. കർഷകരുടെ ക്ഷേമവും കാർഷിക വൃത്തിയിൽ അവരെ പിടിച്ചു നിർത്തുന്നുള്ള പുതുകുമാർ വിത്ത് മുതൽ വിപണനം വരെ ഉള്ള എല്ലാ ഘട്ടങ്ങളും കർഷകർക്ക് മിതമായ വിജ്ഞാന വ്യാപാര പ്രവർത്തനങ്ങളുടെയും ഗുണമേന്മേറിയ നാട്ടിൻ വസ്തുക്കളെയും ജൈവവളങ്ങളെയും ഒരു കുറിക്ക് കീഴിൽ നിന്ന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജൈവ കാർഷികോൽപ്പന്ന വിപണന കേന്ദ്രം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കേണ്ടത്. മരുന്ന് എന്നിവയ്ക്കായി മുൻ വർഷങ്ങളിൽ വകയിരുത്തിയ തരത്തിൽ തന്നെ ആവശ്യമായ തുക ഈ ബജറ്റിലും വകയിരുത്തിയിട്ടുണ്ട്. PMY ലൈഫ് എന്ന ഭവന പദ്ധതികൾ പ്രകാരം ഭവനരഹിതരായ യോഗ്യതയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും പഞ്ചായത്ത് വിഹിതം നൽകുന്നതിനായി ബജറ്റിൽ തുക വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല മുൻ വർഷങ്ങളിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് വിഹിതം കുടിശ്ശിക തീർക്കാനുള്ള തുകയും ഈ ബജറ്റിൽ വകയിരുത്തുന്നതിന് സാധിച്ചു. 57 കോടി രൂപ വക കൊള്ളിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതി പഞ്ചായത്ത് പരിധിയിലെ എല്ലാ വിഭാഗത്തിലും ഉൾപ്പെട്ട വ്യക്തികൾക്കും അവകാശങ്ങൾ, അവസരങ്ങൾ, സൗകര്യങ്ങൾ എന്നിവ സമാനമായി ലഭ്യമാക്കണമെന്ന ആശയമാണ് സമിതി ലക്ഷ്യമിടുന്നത്. എല്ലാ വ്യക്തികളുടെയും അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രത്യേകിച്ച് സാമൂഹികമായ പിന്നോക്കം നിൽക്കുന്നതും അവശത അനുഭവിക്കുന്നതുമായ വിഭാഗങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഭിന്നശേഷിക്കാർ, വൃദ്ധർ, ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിൽ എണ്ണത്തിൽ കുറവായ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരുടെ ക്ഷേമം മുൻനിർത്തി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുമായി ചേർന്ന് സംയുക്ത പ്രൊജക്ട് ഏറ്റെടുക്കേണ്ടതുണ്ട്. പങ്കാട് എന്ന പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ ദാനമായി ലഭിക്കുന്ന ഭൂമിയിൽ അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയുള്ള ബഡ്സ് സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി നിർദ്ദേശവും തയ്യാറായി വരുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 67.34 ലക്ഷം രൂപ ബജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്നു. ആരോഗ്യം പൊതു ആരോഗ്യ പരിപാലന ശൃംഖലയിൽ ചികിത്സ തേടുന്നവർക്ക് ഏറ്റവും സംസ്കൃതമായ നിലയിൽ ചികിത്സാ സംവിധാനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചുള്ള ആർത്തർ മിഷൻ, റീബിൽഡ് കേരള എന്നിവയുടെ ലക്ഷ്യം സർക്കാർ ആശുപത്രികൾ എല്ലാം തന്നെ ജനസൗഹൃദമാക്കുക എന്നതാണ്. കാലാനുസൃതം സ്റ്റാഫ് പാറ്റേൺ പുതുക്കാത്തത് മൂലം ആശുപത്രികളിൽ ജീവനക്കാരുടെ കുറവ് ഉണ്ടെങ്കിലും ലഭ്യമായ ജീവനക്കാരുടെ സഹകരണത്തോടെ ആരോഗ്യ രംഗത്ത് മാതൃകാപരമായ മുന്നേറ്റം നടത്തുന്നതിന് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യഥാസമയം സർക്കാർ ഉത്തരവുകൾ വിധേയമായി കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് സമിതി ഇടപെടൽ നടത്തുന്നുണ്ട്. പഞ്ചായത്ത് പരിധിയിലെ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പൊതുജനാരോഗ്യ രംഗത്തെ പുരോഗതിക്ക് വളരെയധികം സഹായകമായി. പ്രശ്നങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് ഈ ബജറ്റ് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇതിനു പുറമെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിപാലനത്തിന് വേണ്ട ബോധവൽക്കരണ പരിപാടികൾ, ഭിന്നശേഷിയുള്ളവർ, അന്ധർ, ബധിരർ എന്നിവർക്കായി അഭയകേന്ദ്രങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ മെഡിസിൻ ക്യാമ്പുകൾ എന്നിവയും പഞ്ചായത്തിൽ പരിഗണനയിലുണ്ട്. ആരോഗ്യ മേഖലയിൽ സമഗ്ര പുരോഗതിക്കായി വിവിധ പദ്ധതികൾ പ്രാധാന്യം നൽകിക്കൊണ്ട് 1,01,08 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. വന്നത് തൊട്ട് ഈ കാലം വരെ ഏകദേശം 443 വീടുകൾക്ക് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള മേഖലക്കും പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് എന്ന നിലയിൽ ഇതിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എല്ലാ വർഷവും ഒരുപാട് തുക നമ്മുടെ ആരോഗ്യ രംഗത്തേക്ക്, നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഓരോ വർഷവും നടപ്പിലാക്കി വരുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു പാക്കേജ് തന്നെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ഈ ബജറ്റ് അവതരണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന തുക ഇതിനു വേണ്ടി മാത്രം, ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി മാത്രം തുക ഈ ബജറ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും എടുത്തു പറയുന്നില്ല, എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് രംഗം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. നമുക്ക് കൂടുതൽ തുക, സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്ന തുക
പൂർണ്ണമായിട്ടും നമ്മുടെ പഞ്ചായത്തിനകത്തെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിലയിലേക്ക് തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് നമ്മുടെ ഊർജ മേഖലയിൽ തെരുവിളക്കുകളുടെയും അതുപോലെ തന്നെ പുനരുപയോഗ ഊർജ പദ്ധതികൾ നമ്മൾ ഈ വർഷം മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന എല്ലാ വികസന പദ്ധതികളെയും വേണ്ട ഫണ്ട് സമാഹരണങ്ങൾ, വിഭവങ്ങൾ, അതിൻ്റെ സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ട് വിവിധ മേഖലയിൽ മതിയായ പ്രാധാന്യം നൽകി ഫണ്ട് രൂപകൽപ്പന ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഇന്നിവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഉണ്ടാൽ മാത്രമേ നമുക്ക് വരുന്ന വർഷം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, പുതിയ വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങൾ DPC ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതികളൊക്കെ നടക്കണമെങ്കിൽ ഈ ബഡ്ജറ്റ് ഉണ്ടാവണം. അപ്പോൾ ഏതായാലും ബഡ്ജറ്റ് ഇവിടെ അംഗീകരിച്ചു കഴിഞ്ഞു, ബഡ്ജറ്റിൽ അംഗീകരിക്കുന്നു. അതോടൊപ്പം ബഡ്ജറ്റിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം, വളരെ സന്തോഷം തോന്നുന്ന ഒരു വിഷയം, നേരത്തെ സംസാരിച്ച പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടം കുറേ വർഷങ്ങളായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇന്നത്തെ ഈ കാണുന്ന ഈ കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുകയും പിന്നീട് ഓരോ ഭരണസമിതി വരുമ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓരോ ഭാഗം കൂട്ടി ഈ കാണുന്ന രൂപത്തിലേക്ക് ഒരു പ്ലാനും ഒരു വായും വെളിച്ചവും എത്താത്തൊരു സ്ഥിതിയിലേക്കുള്ള കെട്ടിടമായി മാറിയിരിക്കുകയാണ്. ഈ ഭരണസമിതി വന്നതിന് ശേഷം തുടർച്ചയായി 4 വർഷങ്ങളായി ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഓഫീസ് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ആധുനിക സൗകര്യങ്ങൾ കൂടി പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം പണിയണമെന്ന്. ഇതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഫണ്ടും വകയിരുത്തിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യമെന്ന് അറിയിക്കാൻ ഇവിടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ മേഖലയിലും ഈ ബഡ്ജറ്റ് എല്ലാ മേഖലയിലും മതിയായ പ്രാധാന്യം നൽകി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കുറേ മേഖല വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാഗമായി ഒരു റിവിഷൻ ബഡ്ജറ്റ് കൂടെ നമുക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ബഡ്സ് സ്കൂൾ പണിയാൻ വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് വകയിരുത്തി ബഡ്ജറ്റിൽ കാണുന്നില്ല. ബഡ്സ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ള വാഹന സൗകര്യം, ബഡ്സ് സ്കൂളിലെ മറ്റു ആവശ്യത്തിനുള്ള ഫണ്ട് ഇതൊക്കെ വകയിരുത്തിയിട്ടുണ്ട്. ബഡ്സ് സ്കൂൾ പണിയണമെന്നുള്ളത് കുറേ കാലങ്ങളായി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു സ്ഥലം ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് മർഹൂം BK അബ്ദുള്ള മാസ്റ്റർ അന്ന് നേതൃത്വം നൽകിയിരുന്ന കാലത്ത് അദ്ദേഹം തുടങ്ങി വെച്ച MGLC ബങ്ങാട് ഇന്ന് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയാണ്. പക്ഷെ അതൊരു കമ്മിറ്റിയുടെ പേരിലായതുകൊണ്ട് ആ സാങ്കേതിക തടസ്സം നീക്കി നമുക്ക് ബഡ്സ് സ്കൂൾ തുടങ്ങാൻ ആവശ്യമായ ഒരു പരിപാടി തുടങ്ങാമെന്ന് നിരന്തരം കുറേ ഭരണസമിതി ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിന് പ്രത്യേക ഫണ്ട് അനുവദിച്ചതായി കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഈ വർഷം മുതൽ അത് വീണ്ടും തരിശായി കിടക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഈ നെൽകൃഷിയെ വീണ്ടും സജീവമാക്കി, കുറേ വർഷങ്ങൾക്ക് ശേഷം സജീവമാക്കി കൊണ്ടുവന്നത് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ്. അതിന് വലിയ പ്രോത്സാഹനം പഞ്ചായത്തും ഗവൺമെൻറ്റൊക്കെ നൽകിയിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ അത് അവസാനിച്ചിരിക്കുകയാണ്. കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ നെൽകൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ പടിഞ്ഞാറൻ മേഖലയിൽ ഈ പള്ളിക്കര മുതൽ ചേറ്റുകുണ്ട് വരെ കിടക്കുന്ന 100 ഏക്കറോളം കൃഷി ചെയ്തിരുന്ന ഇവിടുത്തെ പടിഞ്ഞാറൻ മേഖലയിലെ ഈ കർഷക തൊഴിലാളികൾ വലിയ കടബാധ്യതയിൽ പെട്ടിരിക്കുകയാണ്. അവർ ഈ വർഷം മുതൽ ആ നെൽകൃഷി അവസാനിപ്പിച്ചു. അത് പഴയ സ്ഥിതിയിൽ അത് തരിശായി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേക പദ്ധതി വേണമെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ നെൽകൃഷിക്ക് ഒരു പ്രത്യേക പദ്ധതിയോ അതിന് വേണ്ട ഫണ്ടോ വകയിരുത്തിയതായി ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ഇന്ന് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ വലിയ പ്രശ്നമാണ് മാലിന്യങ്ങൾ, കരമാലിന്യങ്ങൾ. കേരള ഗവൺമെൻറ്റും അതുപോലെ ഗ്രാമപഞ്ചായത്തും ഒക്കെ വലിയ പ്രോത്സാഹനമാണ് കൊടുക്കുന്നുള്ളത്. മാലിന്യമുക്ത കേരളം, അതുപോലെ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞ് ഈ 30-ാം തീയതി നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. വിവിധ വാർഡുകളിൽ അതിൻ്റെ പ്രഖ്യാപനം സ്റ്റേറ്റ് ഹൈവേയുടെ ഈ പള്ളിക്കര മുതൽ അല്ലെങ്കിൽ ബേക്കൽ മുതൽ ചേറ്റുകൊണ്ട് വരെയുള്ള ഈ സ്ഥലങ്ങളിലാണ് വിപണനം നടത്തുന്നത്. അപ്പോൾ ആ വിപണനം നടത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് ആവശ്യമായി ഒന്നുകിലോ ആ ഉള്ള മാർക്കറ്റ് നവീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് കണ്ടെത്തുന്നതിനോ ബഡ്ജറ്റിൽ അതിൻ്റെ ഒരു
ഇത് പരാമർശം കണ്ടിട്ടില്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ളം വിതരണത്തിൽ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുമായി സംയോജിച്ചുകൊണ്ട് ഒരു പദ്ധതി, നമ്മുടേതായ ഒരു സ്വന്തം പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യണമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു. പക്ഷേ ബഡ്ജറ്റിൽ ആ ഒരു പരാമർശവുമില്ല, അതിന് പ്രത്യേക ഫണ്ടോ ഒന്നും വകയിരുത്തിയിട്ടില്ല. അതുപോലെ ഒരു പ്രധാനപ്പെട്ട സംഭവം, പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന് പ്രത്യേകമായി ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ സ്ഥലം കണ്ടെത്തുന്നതിന് ബഡ്ജറ്റിൽ ഒരു പ്രത്യേക പരിഗണന നൽകിയായി കാണുന്നില്ല. ഇത്രയും പോരായ്മയാണ് എൻ്റെ ഒറ്റ നോട്ടത്തിൽ ഈ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു റിവേഴ്സ് ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കണമെന്ന് ഈ ബഹുമാനപ്പെട്ട ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇപ്രാവശ്യം അതിലൊരു മാറ്റമില്ലാതെ തന്നെ ഏകദേശം 1,08,00,000 രൂപയോളം ബജറ്റിൽ വെച്ചത് നമുക്കേറെ അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് മരുന്നിൽ കൂടുതൽ ആളുകൾക്ക് സൗജന്യമായി മരുന്ന് നൽകാൻ വേണ്ടി വലിയൊരു തുകയാണ് പഞ്ചായത്ത് എല്ലാ വർഷവും നീക്കിയിട്ടുള്ളത്. ഈ പ്രാവശ്യവും നല്ലൊരു തുക അതിന് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സാന്ത്വന പരിചരണ രംഗത്ത്, പാലിയേറ്റീവ് രംഗത്ത് വലിയൊരു പ്രവർത്തനമാണ് പഞ്ചായത്ത് നടത്തുന്നത്. ആ മേഖലയിലും എല്ലാ രീതിയിലും ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ കിടപ്പിലൊക്കെ സഹായിക്കാമാകുന്ന രീതിയിലുള്ള ഒരു തുക അവർക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തുക നീക്കി വെച്ചതും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ നമ്മൾ പ്രത്യേക വിഷയം എടുത്തുകൊണ്ട് ബാലസൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തരിശുരഹിത പഞ്ചായത്ത്, ഈ 2 ഉദ്ദേശ ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ജില്ലയിൽ തന്നെ നെൽകൃഷിയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ തരിശായി കിടക്കുന്ന എവിടെയെങ്കിലും തരിശായി കിടക്കുന്ന ഭൂമി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഏറ്റവും നൂതനമായ രീതിയിലുള്ള കാർഷിക സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ പൂർണ്ണമായി തരിശ് വിമുക്തമാക്കുക എന്നൊരു ലക്ഷ്യം കൈവരിക്കുന്ന വേണ്ടി പ്രത്യേകം ഈ ബജറ്റിൽ പരാമർശിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഒരു വിപ്ലവപരമായ മാറ്റം നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നു. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പഞ്ചായത്തിൻ്റെത് മാത്രമല്ല, ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഏറ്റവും ആവശ്യകരമായ ഒരു കാര്യമാണ് നമ്മുടെ ശ്മശാനവുമായി ബന്ധപ്പെട്ട് 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിരും. City Gold, Gold and Diamonds, Kerala and Karnataka.